തുപ്പാക്കി കത്തിയൊക്കെ പോലെ ഒരു വലിയ ഹിറ്റടിക്കുമോ? മലയാളികൾക്ക് ഈ സിനിമ ഇഷ്ടമായോ എന്നുള്ളത് നമുക്ക് കണ്ട പ്രേക്ഷകരോട് തന്നെ ചോദിച്ചറിയാം. നല്ല പടമാണ്. കാരണം ഒരു ആക്ഷൻ എൻ്റർടൈനറായിട്ടാണ് പടം പോയിരിക്കുന്നത്. സാധാരണ നമ്മൾ അനിരുദ്ധിൻ്റെ മ്യൂസിക്കിൽ നിന്ന് കാണുന്നതിനെക്കാട്ടിയും കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്കിതിനകത്ത് കുറേ ലവ് ട്രാക്സ് ആയിരുന്നാലും അല്ലാതെ ആക്ഷൻ ആയിരുന്നാലും വേറിട്ടൊരു ലെവലിൽ അനിരുദ്ധം ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ സ്കോറിങ്ങൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. പിന്നെ ചില സീൻസിലൊക്കെ ആക്ഷൻ സീൻസിലൊക്കെ നമുക്ക് തന്നെ ബൂസം വരുന്ന രീതിയിലാണ് വരുന്നത്. പ്രത്യേകിച്ച് വിദ്യുത് ജമാലും ഇദ്ദേഹമായിട്ടുള്ള ശിവകാർത്തികനായിട്ടുള്ള കോമ്പിനേഷനിൽ അടിപൊളിയാണ്. വേറെ ലെവൽ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻ്റർവെൽ പഞ്ചായിരുന്നാലും അതുപോലെ തന്നെ ക്ലൈമാക്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാ പ്രേക്ഷകർക്കും രസിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകരെയും പിടിച്ചിരുന്ന രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. നമ്മുടെ മലയാളികൾക്ക് AR മുരുകദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പാക്കിയും കത്തിയൊക്കെയാണ്. അപ്പോൾ തുപ്പാക്കി കത്തിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരു സ്വഭാവം ചിലപ്പോൾ ഈ സിനിമ ഇറങ്ങിയാൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് മദ്രാസി എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അങ്ങനെ കമ്പയർ ചെയ്യണമെങ്കിൽ തുപ്പാക്കിയും കത്തിയും മാത്രമല്ല ഗജനയും കൂടി ചേർത്ത് കമ്പാക്ക് ചെയ്യാം. മൂന്നും കൂടി ചേർത്ത് വെച്ചെന്ന് പറയുമ്പോൾ ഇടി എന്നെല്ലാം പറഞ്ഞാൽ ഒരു 1.5 ഇടിയാണ്. കാരണം വേറെ ലെവലിൽ സാധനങ്ങൾ എയറിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് സ്റ്റൺസൊക്കെ ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ആറട്ടെണ്ണ ഓണം അപ്പോൾ മദ്രാസി കണ്ടാണോ തീർത്തത്? നല്ലൊരു എൻ്റർടൈനറാണ്. ഒപ്പം നല്ലൊരു മെസ്സേജും ഉണ്ട്. യാതൊരു ലാഗും ഇല്ല. ആക്ഷൻ റൊമാൻസലുണ്ട്. എല്ലാവരും അഭിനയം ശിവകാർത്തിനായുള്ള നായികയാണെങ്കിലും ബിജു മേനോൻ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ഓണത്തിൽ കാണാൻ കുറച്ച് ലോജിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. ഇല്ലെങ്കിൽ നല്ലൊരു മൂവിയാണ്. നല്ലൊരു ചിത്രം. ആക്ഷന് പ്രാധാന്യം നൽകുന്ന ഒരു സംവിധായകൻ, ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ആക്ഷൻ രംഗങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു ഡയറക്ടറാണ് മുരുകദാസ്. അപ്പോൾ വിജയുടെ തുപ്പാക്കിയും അതേപോലെ കത്തിയൊക്കെ എടുത്ത ഈ ഡയറക്ടർ ഗജനി, നമ്മുടെ സൂര്യയുടെ ഗജനിയൊക്കെ എടുത്ത 7ാം അറിവൊക്കെ എടുത്ത ഈ ഡയറക്ടറിൽ നിന്നും ഈ ഒരു നല്ലൊരു ഓണ സമ്മാനം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. മാജിക് ഫ്രെയിംസ് ഇവിടെ എത്തിച്ചപ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ ഈ തിരുവോണം വളരെ ഭംഗിയായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റി. മദ്രാസി പടം എന്ന് പറഞ്ഞാൽ കിണ്ണം കാഴ്ച പടമാണ്. പക്ഷേ ഒരു കാര്യമുള്ള വെച്ചാൽ സെക്കൻഡ് ഹാഫാണ് പൊളിയായിട്ടുള്ളത്. എനിക്ക് വില്ലൻ ക്യാരക്ടർ ചെയ്താൽ പൊളി, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ വിദ്യുത് ജമാൽ എന്താണ് സെക്കൻഡ് ചെയ്യുന്നത്. തുപ്പാക്കിയിലൊക്കെ വില്ലനായിരുന്നു. അറിയാം, തുപ്പാക്കിയിലെ വില്ലൻ, 5 സൂര്യയുടെ ഫ്രണ്ട് എല്ലാം കിടിലൻ സാധനം. എന്ന് വെച്ചാൽ എന്ത് സാധനം അറിയാവോ? മലയാള സിനിമയിൽ ഇപ്പോൾ നല്ല കാലമാണ്. ലോക്കയും ഹൃദയപൂർവ്വം ഒക്കെ കസറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലേക്കാണ് ഇപ്പോൾ ഒരു തമിഴ് സിനിമയായിട്ടുള്ള മദ്രാസി കടന്നു വന്നിരിക്കുന്നത്. മദ്രാസിയുടെ ഈ പോസിറ്റീവ് റെസ്പോൺസ് മറ്റ് സിനിമകളെ ബാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ഓണം ബോക്സ് ഓഫീസിൽ മദ്രാസി ഒരു കുലുക്കം സൃഷ്ടിക്കും എന്ന് തന്നെയാണ് അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത്. ശിവകാർത്തികേയൻ അടുത്ത തളപതിയാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ളൊരു ഉത്തരവാണ് മദ്രാസി എന്ന് പറയുന്നവരുണ്ട്. AR മുരുകദാസ് ശിവകാർത്തികേയന് തുപ്പാക്കി കൈമാറി എന്നൊക്കെയാണ് പറയുന്നത്.